പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഭാഗമായ ചെക്ക് ഡാം മണ്ണും മണലും നിറഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. 2018 പ്രളയത്തിൽ തകർന്ന പവർ ഹൗസിൽ പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാനും കഴിഞ്ഞിട്ടില്ല. 35 മെഗാവാട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 5 മെഗാവാട്ട് മാത്രം. കാലവർഷം എത്തുന്നതിന് മുമ്പ് ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും രംഗത്തെത്തി. 2016 അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പന്നിയാർ മിനി പവർ ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 140 കോടി മുടക്കിയാണ് 35 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മിനി പവർ ഹൗസ് സ്ഥാപിച്ചത്. പന്നിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പന്നിയാർ പവർ ഹൗസിന് സമീപം ചെക്ക് ഡാം കെട്ടി തടഞ്ഞു നിർത്തി മിനി പവർ ഹൗസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ പവർ ഹൗസിൽ കേടുപാടുകളുണ്ടായതോടെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും നിലച്ചു. പിന്നീട് 4 കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതോൽപാദനം ആരംഭിച്ചെങ്കിലും 5 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ മേഖലയിൽ വൈദ്യുതി ഉൽപാദനത്തിന് വളരെ പോരായ്മകളുണ്ട്. നമുക്കറിയാമല്ലോ, വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. ഇതുപോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി? ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയാണ്. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ് നടത്തുന്നത്. ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും. ഇതോടൊപ്പം 2018 പ്രളയത്തിൽ ഒഴുകിയെത്തിയ മണ്ണും ചെളിയും നിറഞ്ഞ ചെക്ക് ഡാം പൂർണ്ണമായും നികന്നു. ഇത് നീക്കം ചെയ്യാനും നടപടിയില്ല. ചെക്ക് ഡാമിലെ മണൽ ലേലം ചെയ്തു നൽകിയാൽ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന ലൈഫ് ഭവന പദ്ധതിക്കടക്കം ഗുണകരമാകുമെന്ന് മാത്രമല്ല, സർക്കാർ ഖജനാവിലേക്ക് കോടികളുടെ വരുമാനം ഉണ്ടാകും. 2018-19 വർഷങ്ങളിലുണ്ടായ മഹാപ്രളയത്തിൽ മണൽ വന്നടിഞ്ഞിരിക്കുന്നതാണ് ഈ മിനി പവർ ഹൗസ്. അന്നു മുതൽ ഈ വർഷം വരെ നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും പല ഏജൻസികളുമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെടുകയും ചെയ്ത് ഈ മണൽ ലേലം ചെയ്യുന്നതിന് യാതൊരുവിധ നടപടിയുമായിട്ടില്ല. എന്നാൽ ഈ മേഖലയിൽ ഒരു അടി എംസാൻഡ് കിട്ടണമെങ്കിൽ 100 രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ആണിപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ലോഡ് മണൽ ഈ മിനി ചെക്ക് ഡാം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ലേലം ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയും. സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും വരുമാനമാവും. കൂടാതെ നമ്മുടെ നാട്ടിലെ ലൈഫ് PMAY ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നവർക്ക് 4 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വലിയ കൈത്താങ്ങാവും. മണൽ ലേലം ചെയ്യണമെന്നും പവർ ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.